ദൈവനാമത്തിന് നന്ദിയോടെ മഹത്വമുണ്ടാകട്ടെ. ദൈവവചന പഠനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമാകുന്ന നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യത്തിൻ്റേതായ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നേരുകയാണ്. രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടിയവരാണ് എല്ലാ ദൈവമക്കളും എന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ പഠന വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആരംഭകാല ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം പഠനത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ 2 പേരുകളുടെ പ്രാധാന്യതയാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. ഇമ്മാനുവേൽ എന്ന പേരും യേശു എന്ന പേരും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്നുള്ള വസ്തുതയും, 8-ാമത്തെ നാളിൽ പരിച്ഛേദനയുടെ ദിവസം നടത്തിയ ഔദ്യോഗിക നാമകരണം, ആ വിഷയങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ നാം ഇതിനോടകം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവാലയത്തിൽ കൊണ്ടുവന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവാലയത്തിൽ കൊണ്ടുവന്നതിൻ്റെ പ്രസക്തി. യേശുക്രിസ്തുവിൻ്റെ ജനനശേഷം ഏകദേശം 40 ദിവസങ്ങൾക്ക് ശേഷമാണ് മറിയയും യോസേഫും ചേർന്ന് ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വസ്തുത ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 22 മുതലുള്ള വേദഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. നമ്മൾ 40 ദിവസങ്ങൾക്ക് ശേഷമാണ് യേശുവിനെ ദൈവാലയത്തിൽ കൊണ്ടുവന്നത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 22 മുതൽ വായിക്കുമ്പോൾ, മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണ കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ശുദ്ധീകരണകാലം തികഞ്ഞ ശേഷം എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. ഈ ശുദ്ധീകരണ കാലം 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് എന്ന യാഥാർത്ഥ്യം ലേവ്യ പുസ്തകം 12-ാമത്തെ അധ്യായം പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 12-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 7 ദിവസം അശുദ്ധയായിരിക്കണം. ഋതുവിൻ്റെ മാലിന്യകാലത്തെന്ന പോലെ അവൾ അശുദ്ധയായിരിക്കണം. 8-ാം ദിവസം അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. പിന്നെ അവൾ 33 ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം. അവളുടെ ശുദ്ധീകരണകാലം തികയുന്നതുവരെ അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തൊടരുത്, വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയുമരുത്. അപ്പോൾ 33, അതുപോലെ 7, 40, അങ്ങനെ 40 ദിവസത്തോളം അവളുടെ ശുദ്ധീകരണകാലം എന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ 40 ദിവസത്തിന് ശേഷം യേശുവിനെ അവർ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെ പശ്ചാത്തലമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മോശയുടെ ന്യായപ്രമാണത്തിൽ അനുശാസിക്കുന്നതായ ഒരു കർമ്മമാണ്, ഒരു ആചാരമാണ്, ഒരു അനുഷ്ഠാനമാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രക്രിയയാണ് എന്നുള്ളതിൻ്റെ നിലയിലാണ് യേശുവിനെ അവർ
ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഈ ദൈവാലയത്തിൽ വന്ന് ഈ കാര്യങ്ങൾ നടക്കുന്നതോടുള്ള ബന്ധത്തിൽ അവിടുത്തെ പ്രസക്തമായ 3 കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. ഒന്ന്, ഇവർ ദൈവാലയത്തിൽ വന്നത് യാഗം കഴിക്കുവാനുള്ള ഒരുക്കത്തോടെയാണ് അവർ ദൈവാലയത്തിലേക്ക് വന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഒരു ഒരുക്കം നമുക്കവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഒന്ന് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെയും ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ടിയ ഒരു ഒരുക്കം നമുക്കും വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ കൂടിവരവുകൾ, സഭായോഗങ്ങളാകട്ടെ, ഇടയ്ക്കുള്ള മീറ്റിങ്ങുകളാകട്ടെ, ഉപവാസ പ്രാർത്ഥനകളാകട്ടെ, എന്തുതന്നെയായിരുന്നാലും അവിടെയെല്ലാം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഓരോ സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ കുടിവരവുകളാണ്. ഇവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള ഒരുക്കത്തിൻ്റെ പ്രാധാന്യത നാം തിരിച്ചറിയേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ദൈവവുമായിട്ടുള്ള ഒരു ആഴമേറിയ ബന്ധവും അതിനു വേണ്ടുന്ന ഒരു ക്രമീകരണത്തോടെയാണോ നമ്മുടെ കൂടിവരവുകളിൽ നാം സംബന്ധിച്ചു പോരുന്നത്? ഇവിടെ യാഗം കഴിക്കുവാനുള്ള ഒരുക്കത്തോടെ ഈ പ്രിയപ്പെട്ടവർ ദൈവാലയത്തിലേക്ക് ചെല്ലുകയാണ്. ആ ഒരുക്കത്തിൽ ഒന്നാമതായിട്ട് യാഗവസ്തു ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യാഗവസ്തു ഉണ്ടായിരുന്നു. ഈ യാഗവസ്തു ഇവിടെ കൊണ്ടുപോയത് ഒരു ഇണ കുറുപ്രാവ് അല്ലെങ്കിൽ 2 പ്രാവിൻ കുഞ്ഞ്. ഇതുമായിട്ടാണ് ഈ പ്രിയപ്പെട്ടവർ, ഈ യാഗവസ്തുവുമായിട്ടാണ് അവർ കടന്നു ചെല്ലുന്നത്. നമുക്കറിയാം, ഹോമയാഗം കഴിക്കുവാൻ ഒന്നുകിൽ ഒരാട്ടിൻകുട്ടിയെയാണ് വേണ്ടത്. ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കുവാൻ വകയില്ലാത്തവരാണ് പ്രാവിൻ കുഞ്ഞുങ്ങളെ യാഗം കഴിക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യേശുവിനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുചെന്ന് യാഗം കഴിക്കുന്ന ആ ഒരു അനുഭവത്തിൽ വളരെ ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും ഒക്കെ ജീവിക്കുന്ന യോസേഫും മറിയയും അവർക്ക് അർപ്പിക്കുവാൻ പ്രാവിൻ കുഞ്ഞുങ്ങളെ മാത്രമേ കഴിഞ്ഞിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തുവാണ് തനിക്കൊരു യാഗം കഴിക്കുവാനായിട്ട് വില മുടക്കുവാൻ തൻ്റെ കയ്യിൽ അത്രമാത്രമേ, അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കളുടെ കൈവശം അത്രമാത്രം സമ്പത്തേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ അവൻ സമ്പന്നനായിരുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടതായ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പോൾ അവർക്കൊരു യാഗവസ്തു ഉണ്ടായിരുന്നു. 2, അവർക്ക് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ആ വ്യവസ്ഥ അങ്ങനെ തന്നെ പാലിക്കുകയാണ്. ശുദ്ധീകരണകാലം തികയണം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ ശുദ്ധീകരണകാലം തികഞ്ഞാൽ ദൈവാലയത്തിലേക്ക് വരണം, യാഗം കഴിക്കണം, അങ്ങനെയൊക്കെയുള്ളതായ വ്യവസ്ഥയുണ്ടായിരുന്നു. ആ വ്യവസ്ഥ ഈ പ്രിയപ്പെട്ടവർ പാലിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും അതേ ഒരു യാഗവസ്തു പുതിയ നിയമപ്രകാരം എന്താണ് യാഗവസ്തു എന്നുള്ളതിന് നമുക്ക് റോമാലേഖനമൊക്കെ ശരിയായ നിലയിൽ അതിനെ നമുക്ക് വരച്ചു കാണിക്കുകയാണ്. നമുക്ക് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഒരു പ്രാവിൻ കുഞ്ഞിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. മറിച്ച് യാഗവസ്തു നാം ഓരോരുത്തരുമാണ്. നമ്മുടെ ശരീരങ്ങളാണ് ശരിയായ നിലയിലുള്ള യാഗവസ്തു. അത് നമ്മളുടെ ചിന്തകളും നമ്മളുടേതായ എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യൻ ആരാണോ, മനുഷ്യൻ എന്താണോ, അത് മുഴുവൻ അവനെ സംബന്ധിച്ചിടത്തോളം യാഗവസ്തുവാണ്, യാഗമായി തീരേണ്ടിയതാണ്. അപ്പോൾ ഈ യാഗവസ്തുവാകുന്ന നാമാകുന്ന വ്യക്തികൾ, അതേ പൂർണ്ണമായ നമ്മുടെ സമർപ്പണം നമുക്ക് നമ്മോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആയതുപോലെ നമ്മുടെ ജീവിതത്തിലെ
വ്യവസ്ഥാ പാലനം, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളോടുള്ള അനുസരണം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ യാഗം കഴിക്കുവാനുള്ള ഒരുക്കത്തിൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ പാപികളുമായുള്ള ഏകീഭാവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ പാപമില്ലാത്ത യേശുക്രിസ്തു, ഒരു പാപ സ്വഭാവം കൈവരാത്ത കർത്താവായ യേശുക്രിസ്തുവിന് എന്തിനു വേണ്ടിയാണ് യാഗം കഴിക്കേണ്ടത്? എന്നാൽ ഇവിടെ തൻ്റെ മാതാപിതാക്കൾ യാഗം കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പാപികളുമായിട്ട് യേശു കർത്താവ് ഏകീഭവിക്കുകയാണ്. ജന്മനാൽ പാപിയല്ലായിരുന്നുവെങ്കിലും പാപികളുമായിട്ട് ഏകീഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഏകീഭവിച്ച ആ കർത്താവായ യേശു ക്രിസ്തു, എന്നാൽ അവനിൽ പാപമില്ല എന്ന് നാം തിരുവചനത്തിലൂടെ മനസ്സിലാക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തു അതേ തൻ്റെ സഹോദരവർഗത്തിൻ്റെ, ഈ മാനവ ജനതയുടെ മുഴുവൻ പാപങ്ങളെയും പരിഹരിക്കുന്നവനായി മാറുന്നു എന്ന വസ്തുത നമുക്ക് എത്രയോ സന്തോഷം നൽകിത്തരുന്നതാണ്. അപ്പം 3 കാര്യങ്ങൾ യാഗം കഴിക്കുവാനുള്ള ഒരുക്കത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1, യാഗവസ്തു; 2, വ്യവസ്ഥ; 3, യേശുക്രിസ്തുവിൻ്റെ ഏകീഭാവം, മാനവരാശിയോടുള്ള ഏകീഭാവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ഇനി അടുത്തതായിട്ട് ഈ ദൈവാലയത്തിൽ വെച്ച് നടന്നതായ മറ്റൊരു കാര്യം ശിമ്യോനുമായുള്ള കൂടിക്കാഴ്ചയാണ് ദൈവാലയത്തിൽ നടന്നത്. ശിമ്യോൻ എന്ന വ്യക്തിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 25 മുതൽ താഴേക്കുള്ള വചനങ്ങളിൽ ആ വസ്തുതകൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. ശിമ്യോനുമായുള്ള കൂടിക്കാഴ്ച. ഈ വ്യക്തിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട്, ദൈവത്തിലുള്ള ആശ്രയം നമ്മെ നിരാശപ്പെടുത്തുകയില്ല എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ശിമ്യോൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എൻ്റെ കണ്ണ് കണ്ടുവല്ലോ, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. 31-ാമത്തെ വാക്യം, നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ, കൊതിയോടെ, വാഞ്ചയോടെ കാത്തിരുന്ന, ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശിമ്യോൻ. ആ വ്യക്തിയുടെ ജീവിതത്തിൽ താൻ എന്തിനു വേണ്ടിയാണോ ആശ വെച്ച് കാത്തിരുന്നത്, ആ കാത്തിരിപ്പ് പൂർണ്ണമാകുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിലുള്ള ആശ്രയം നമ്മെ ഒരു കാരണവശാലും നിരാശപ്പെടുത്തുകയില്ല. അതുകൊണ്ട് വളരെ ധൈര്യത്തോടും ഉറപ്പോടും കൂടെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അതൊരു നല്ല അന്ത്യത്തിങ്കലേക്കാണ് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ ശിമ്യോൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം നാം ചിന്തിക്കേണ്ടത്, ദൈവം അരുളി ചെയ്യുന്നത് നിവർത്തിക്കുന്നതിൽ വിശ്വസ്തനും ദൈവം അരുളി ചെയ്യുന്നത് നിവർത്തിക്കുന്നതിൽ വിശ്വസ്തനും നീതിമാനുമാണ്. ദൈവം പറയുകയാണ്, നീ മരിക്കയില്ല. ശിമ്യോനോട് പറയുകയാണ്, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല. അപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ നിവൃത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നീതിമാനാണ്, ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മോടൊക്കെയുള്ള ബന്ധത്തിൽ ദൈവം എന്തൊക്കെ അരുളി ചെയ്തിട്ടുണ്ടോ,
ദൈവവചനത്തിലൂടെ ദൈവം എന്തെല്ലാം വാഗ്ദത്തങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ അത് നിവർത്തിച്ചു തരുവാൻ ഈ ദൈവം മതിയായവനാണ്, ഈ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഭാരങ്ങളും ക്ലേശങ്ങളും നിരാശാജനകമായ അനുഭവങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ സങ്കടപ്പെടരുത്, നിരാശപ്പെടരുത്. മറിച്ച് അരുളി ചെയ്തത് ആരാണെന്നുള്ള ആ വലിയ ബോധ്യം, അതെ, അവൻ നമ്മളുടെ ജീവിതത്തിൽ അത് നിവർത്തിക്കുവാൻ ശക്തനാണ്, പ്രാപ്തനാണ് എന്ന ഉറപ്പിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ. അതുപോലെ ശിമ്യോനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ മശിഹയുടെ ആഗമന ഉദ്ദേശം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു ശിമ്യോൻ. താൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. 30-ാമത്തെ വാക്യം, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം, അതെ, അവൻ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ്, അതെ, അവൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമാണ്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ജാതികൾക്കും ഇസ്രായേലിനും ഒരു രക്ഷയുണ്ട് എന്ന പരമയാഥാർത്ഥ്യം ശിമ്യോൻ തിരിച്ചറിയുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മോടൊക്കെയുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ഇസ്രായേലിന് മാത്രം രക്ഷയായി തീരുന്നവനല്ല, മറിച്ച് ജാതികളായ ഇസ്രായേലിന് പുറത്തുള്ള സകലർക്കും ഈ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവയോഗ്യമാക്കുവാൻ കഴിയും എന്നുള്ള ആ യാഥാർത്ഥ്യം ശിമ്യോൻ ദൈവാലയത്തിൽ വെച്ച് അന്ന് വിളിച്ചറിയിക്കുവാനായിട്ടിടയായി. അതിൽ ഒരു പങ്കാളിയാണ് ഇത് സംസാരിക്കുന്ന ഞാനും, ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ആ വലിയ രക്ഷ, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള ആ വലിയ പ്രകാശം, ആ പ്രകാശം അനുഭവിക്കുവാൻ, തിരിച്ചറിയുവാൻ നമ്മുടെ കണ്ണു തുറന്ന വലിയവനാകുന്ന ദൈവത്തെ ഈ തരുണത്തിൽ ഞാൻ മഹത്വം കരേറ്റുകയാണ്. മശിഹയുടെ ആഗമന ഉദ്ദേശം തിരിച്ചറിഞ്ഞവൻ. ശിമ്യോനോടുള്ള ബന്ധത്തിൽ തലമുറകളിലേക്ക് പ്രത്യാശ പകർന്നവനാണ് ഈ ശിമ്യോൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. കാരണം 31-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ. തലമുറകളിലേക്ക് ഒരു വെളിച്ചം പകർന്നു കൊടുക്കുകയാണ്, തലമുറകളിലേക്ക് ഒരു പ്രത്യാശ പകർന്നു കൊടുക്കുകയാണ്. സകല ജാതികൾക്കും രക്ഷ പ്രാപിപ്പാൻ ഒരുവൻ ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഒരുവനിവിടെ തയ്യാറായി രക്ഷപ്പെടുത്തുവാൻ, സകല ജാതികളെയും രക്ഷിക്കുവാൻ ഒരുവനിവിടെ അതേ തയ്യാറായി നിൽക്കുകയാണ്. അതാണ് എൻ്റെ കരങ്ങളിൽ ഞാൻ എന്തിയിരിക്കുന്ന ഈ ശിശു, ഈ യേശുക്രിസ്തു എന്നുള്ള ഒരു പ്രസ്താവനയിലൂടെ തലമുറകളിലേക്ക് പ്രത്യാശ പകർന്നവനായി ശിമ്യോൻ മാറുകയാണ്. ആയതുപോലെ ശിമ്യോനോടുള്ള ബന്ധത്തിൽ അവസാനമായി ഒരു കാര്യവും കൂടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യാശയ്ക്ക് പൂർത്തീകരണമുണ്ട് എന്ന വസ്തുത നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുക. പ്രത്യാശയ്ക്ക് പൂർത്തീകരണമുണ്ട്. നാം പ്രത്യാശിക്കുന്ന പ്രത്യാശ ഒരിക്കൽ അതിനൊരു നിവൃത്തീകരണമുണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. മശിഹായ്ക്ക് വേണ്ടിയായിരുന്നു ശിമ്യോൻ കാത്തിരുന്നത്. ആ മശിഹയെ കണ്ണുകൊണ്ട് കാണുകയാണ്. പ്രത്യാശയ്ക്ക് ഒരു പൂർത്തീകരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം പ്രത്യാശിക്കുന്ന ശുഭഭാവി, കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഒരുക്കപ്പെടുന്ന ഒരു നിത്യരാജ്യം, ഒരു നിത്യാവസ്ഥ നിശ്ചയമായും ഇന്ന് നാം കാണാത്തതിനെ പ്രത്യാശിക്കുകയാണ്. ഒരു നാളിൽ അത് അക്ഷരാർത്ഥത്തിൽ കാണുവാനും അതിൻ്റെ നിവർത്തീകരണം അനുഭവിക്കുവാനും നമുക്ക് കഴിയുക തന്നെ ചെയ്യും. മൂന്നാമതായിട്ട് ഒരു കാര്യവും കൂടെ ഈ ദൈവാലയത്തിൽ യേശു കർത്താവിനെ കൊണ്ടുവന്നതിൻ്റെ പ്രസക്തിയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് ഹന്നയുമായുള്ള
കൂടിക്കാഴ്ച ദൈവാലയത്തിൽ നടന്നു എന്നുള്ളതാണ്. ഹന്നയുമായുള്ള കൂടിക്കാഴ്ച. ഹന്നയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവളൊരു പ്രവാചകിയായിരുന്നു. അവൾ ദൈവാലയത്തിൽ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ ദിനംപ്രതി ചെലവഴിച്ചു വന്നു എന്നൊക്കെയുള്ളതായ വസ്തുതകളാണ് ഹന്നയെക്കുറിച്ച് നാം ചിന്തിക്കുന്നത്. നമുക്ക് ചില പാഠങ്ങൾ ഹന്നയിൽ നിന്ന് ഉൾക്കൊള്ളുവാനായിട്ടുണ്ട്. ഒന്നാമതായിട്ട്, ദൈവത്തോടുള്ള ബന്ധം ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ദൈവത്തോടുള്ള ബന്ധം ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കും. കാരണം ഈ ഹന്ന യേശുവിനെ കണ്ടപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം തൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ലഭിച്ചിരിക്കുന്നത്. സാക്ഷാൽ മശിഹയെ കണ്ണുകൊണ്ട് കാണുവാൻ, ആ മശിഹയുടെ അക്ഷരാർത്ഥത്തിലുള്ള സാന്നിധ്യം അനുഭവിക്കുവാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളതിലും വലിയ ഒരനുഗ്രഹം തനിക്കിനി ലഭിക്കുവാനായിട്ടില്ല എന്ന ബോധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവിതത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാകുന്ന അനുഗ്രഹത്തെക്കുറിച്ചുള്ള ആ ബോധ്യമായിരിക്കണം നമ്മെ വാസ്തവമായി ദൈവത്തെ സ്തുതിക്കുവാനായി പ്രേരിപ്പിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും ലഭിച്ചതുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല, മറിച്ച് എനിക്ക് ക്രിസ്തുവിനെ അറിയുവാനും എനിക്ക് ക്രിസ്തുവിനെ അനുഭവിക്കുവാനും കഴിയുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായി ദൈവത്തെ സ്തുതിക്കുന്ന ആ ഒരനുഭവമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധം ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കും. അടുത്തതായി, ജീവിതത്തിലെ വിശ്വസ്തത ദൈവിക അംഗീകാരത്തിന് നമ്മെ പ്രാപ്തരാക്കും എന്ന് നാം മനസ്സിലാക്കുകയാണ്. ദൈവം അംഗീകരിക്കുകയാണ്. ഇവൾ ഒരു പ്രവാചകി എന്ന നിലയിൽ ദൈവത്തിന് പറയുവാനുള്ള കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി മറ്റുള്ളവരോട് അറിയിക്കുന്ന, അപ്പോൾ ദൈവം അംഗീകരിക്കുന്ന ഒരനുഭവം ഹന്നയുടെ ജീവിതത്തിൽ കൈവരികയാണ്. അതെന്തുകൊണ്ടാണ്? ജീവിതത്തിലെ വിശ്വസ്തത. ദൈവാലയം വിട്ടുപിരിയാതെ ആ ദൈവവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിന് ഉലച്ചിലുകൾ സംഭവിക്കാതെ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലകൊള്ളുകയാണ്. അടുത്തതായിട്ട്, ആത്മീക കാര്യങ്ങളിലെ ഉത്സാഹം ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കും എന്ന ഒരു ചിന്ത നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ആത്മീക കാര്യങ്ങളിലെ ഉത്സാഹം. ഈ വ്യക്തിയെ ഒന്ന് പഠിച്ചു നോക്കിയാൽ അവൾ ഉപവസിക്കുന്നു, അവൾ പ്രാർത്ഥിക്കുന്നു, ദൈവാലയവുമായി അവൾക്ക് അഭേദ്യമായ ഒരു ബന്ധവും അടുപ്പവും ഏതൊരു ആത്മീക കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഒരനുഭവമാണ് ഹന്നയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അത് ശരിയായ നിലയിലുള്ള ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ സഹായിക്കുകയാണ്. കാരണം അവൾ അത് എല്ലാവരോടും വിളിച്ചു പറയുകയാണ്. വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. അവളുടെ ഉള്ളിലെ സന്തോഷം വാക്കുകളായി മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നതായ അനുഭവങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ശിമ്യോനെ കുറിച്ച് ചിന്തിച്ചതുപോലെ തന്നെ ഹന്നായോടുള്ള ബന്ധത്തിലും നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പ്രത്യാശയ്ക്ക് ഒരു പൂർത്തീകരണമുണ്ട്. മശിഹായ്ക്ക് വേണ്ടി പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ കാത്തിരുന്നുവെങ്കിൽ അവളുടെ കണ്ണുകൊണ്ട് ആ മശിഹയെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ ദൈവാലയത്തിൽ കൊണ്ടുവന്നതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ള ചിന്തയാണ് ഇന്ന് പകലിൽ നാം ചിന്തിക്കുവാനിടയായത്. ഒന്ന്, യാഗം കഴിക്കുവാനുള്ള ഒരുക്കത്തോടെ ദൈവാലയത്തിൽ വന്നു. രണ്ട്, ശിമ്യോനുമായുള്ള കൂടിക്കാഴ്ച ദൈവാലയത്തിൽ നടന്നു. മൂന്ന്, ഹന്നയുമായുള്ള കൂടിക്കാഴ്ച ദൈവാലയത്തിൽ നടന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതിനതിൻ്റേതായ പ്രസക്തിയുണ്ട് എന്ന് തിരിച്ചറിയുക. ചെറുതാകട്ടെ വലുതാകട്ടെ, ഓരോ കാര്യങ്ങൾക്ക് അതതിൻ്റേതായ പ്രസക്തിയുണ്ട്.
നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം അനുവദിക്കുന്നത് പോലെ മുന്നോട്ട് പ്രയാണം ചെയ്യട്ടെ, പണിയപ്പെടട്ടെ. കർത്താവിനോടുള്ള ആ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള പ്രത്യാശ, ഇതെല്ലാം നമ്മുടെ കൈമുതലാക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം.